അതിനിടയിൽ പെരിയ ഇരട്ടക്കൊലക്കേസിന് പോലീസ് വളരെ വേഗം തുമ്പ് കണ്ടെത്തി. ഗൂഢാലോചനക്കാരനെ പിടിച്ചു, കൊലയാളിയെ പിടിച്ചു, എല്ലാം പിടിച്ചു. സംഗതി പറഞ്ഞു വരുമ്പോൾ കൊലപാതക CPM-കാരനാണെങ്കിലും ഇത് വ്യക്തിപരമായി ചെയ്തൊരു കൃത്യമാകിയാൽ ഇതൊന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനും പോകുന്നില്ല. ഇതൊന്നും പാർട്ടി ആലോചിച്ച് ചെയ്ത കാര്യമല്ല എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടി ഇത് പ്രതിസന്ധിയിലാക്കാറില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്ന് മാത്രം നോക്കിയിട്ടല്ല ജനങ്ങൾ ഇലക്ഷനിൽ വിധിയെടുക്കുന്നത്. എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ടാണ് ആളുകൾ തീരുമാനമെടുക്കുന്നത്. ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണെങ്കിൽ ശരിയാണ്. ജനങ്ങൾ ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഇങ്ങനൊരു പാർട്ടി നടത്തിയിരിക്കുകയാണ്. അതല്ലല്ലോ, ഈ കൊല്ലം ജില്ലയിൽ തന്നെ പവിത്രേശ്വരത്ത് CPM-ൻ്റെ ഒരു സഖാവിനെ ഡിസംബർ മാസം 29-ന് വെട്ടിക്കൊന്നു. ഇവിടെ നിങ്ങളാരും വലിയ കാര്യമായിട്ട് എടുത്തില്ലല്ലോ. അത് ഒരാളെ കൊന്നതുകൊണ്ടാണ്. രണ്ടാളെ കൊന്നാലും മാത്രമേ പ്രശ്നമാവൂ. അതൊരു ചോദ്യമാണ്. രണ്ടാളെ കൊന്നതാണോ പ്രശ്നമായി പോയത് എന്ന്. ഏതായാലും അത് കേട്ടപ്പോഴാണ് സമാധാനമായത്. 1-2 ദിവസമായിട്ട് സഖാവിൻ്റെ പ്രകടനം കണ്ടപ്പോൾ പൊളിമിക്സ് ആകെ പേടിച്ചു പോയിരുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണൻ ഗാന്ധി ഇതുവരെ ചെയ്തതെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കളയുമോ എന്ന് പേടിച്ചിരുന്നു. അതുണ്ടാവില്ല. സമനില വീണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊലപാതകങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, BJP-യുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ പലയിടത്തും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ എല്ലാ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത്. വിവിധ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സന്ദേശപരമാണ്. അത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ ശക്തമായൊരു നിലപാട് ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളം അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അംഗീകരിക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവസരമുണ്ടാക്കിയതിന് സഖാവ് പീതാംബരന് നാട്ടുകാരൊരു അവാർഡും കൊടുക്കും. എന്നിട്ടും ചിലർക്കൊക്കെ ചെറിയൊരു സംശയമുണ്ട്. പാവങ്ങളെ സഹായിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പാവങ്ങളെ കൊല്ലുന്ന പാർട്ടിയായി പോയല്ലോ എന്ന്. ആ പ്രതിസന്ധി പരിഹരിക്കാനാണല്ലോ ഇത്തരം സംഭവങ്ങളിൽ പാർട്ടി പങ്കാളിത്തമില്ലാതിരിക്കാൻ പോകുന്നത്. പാർട്ടി ആ നിലപാട് തള്ളിപ്പറഞ്ഞല്ലോ. പാർട്ടി പറഞ്ഞില്ല ആരെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും സംഭവം പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അത് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നൊരു സമീപനമാണ്. ആ സമീപനമാണ് ജനങ്ങളിൽ മതിപ്പുളവാക്കുന്നത്. ആ മതിപ്പ് വോട്ടാക്കി മാറ്റുക എന്നൊരൊറ്റ പണി മാത്രമേ ഇനി പാർട്ടിക്ക് എടുക്കാനുള്ളൂ. പാർട്ടി ഇതുവരെ കൊലപാതകങ്ങൾ ചെയ്തിരുന്നു, ഇനി ചെയ്യില്ല. അതിൻ്റെ കൂടെയല്ല പാർട്ടി. ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവം അത് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അത് ചെയ്യുന്ന ആളുകൾ ഏറ്റെടുത്ത് കൊള്ളണം. അവരെ പാർട്ടി തള്ളിപ്പറയുന്നു, അവർക്ക് പാർട്ടിയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി, ഇനി ദീർഘിച്ചു പോയാൽ നല്ല ചോദ്യം വരില്ല, ഇമാതിരി ചോദ്യമേ വരില്ല. അതുകൊണ്ട് നമുക്ക് നിർത്താം. ശരി. ചോദ്യം കേട്ട് ദേഷ്യം പിടിച്ചു എന്ന് വാർത്ത എഴുതാനും അക്കൂട്ടർ മടിക്കില്ല. നിർത്തുന്നത് തന്നെയാണ് നല്ലത്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ CPM നടത്തുന്ന അവസാനത്തെ കൊലപാതകമായതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെയൊന്ന് പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എല്ലാ കൊല്ലപ്പെട്ട വീടുകളും മുഖ്യമന്ത്രി സന്ദർശിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ചില സ്ഥലത്തൊക്കെ സന്ദർശിക്കാറുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പരിപാടിക്കനുസരിച്ച് തീരുമാനിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാരിന് ധനസഹായം കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന പോഴത്തക്കാരുമുണ്ട്. ഇന്ന് പാർട്ടിയുടെ ഭാഗമായി നടക്കുന്ന അക്രമ സംഭവങ്ങളിലെല്ലാം
ബന്ധപ്പെട്ട പാർട്ടികൾ തന്നെ ആ കുടുംബത്തെ സഹായിക്കാനുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞല്ലോ 25 ലക്ഷം റുപ്യ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പോൾ കൊടുത്തു തുടങ്ങിയാൽ CPM-ൻ്റെ 700 ആളെ കൊന്നതിൻ്റെ പേരിൽ എല്ലാ വീട്ടിലും നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? അപ്പോൾ CPM-ൻ്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടതിൽ CPM എന്നുള്ളതിൽ പല ആശ്വാസ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അത് വേണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല നമ്മുടെ നാട്ടിൽ. കൊല്ലുക എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതുതന്നെ നിർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നഷ്ടപരിഹാരം കൊടുക്കുക എന്നൊരു വ്യവസ്ഥ കൂടി തുടങ്ങി വെക്കേണ്ടതില്ല. കോൺഗ്രസ്സുകാരുടെ നഷ്ടം മുല്ലപ്പള്ളി തീർക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം നൽകിയാൽ അതൊരു പരിഹാരമാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കില്ല. പക്ഷേ ഈ ജനമഹായാത്രയിൽ ഞങ്ങൾ സാധാരണക്കാരന് പിരിച്ചെടുത്ത പണം, അതിൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് നാളെ തന്നെ ആ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിക്കും. ഓരോ കുടുംബത്തിന് 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ കൂടി വരുന്ന ദിവസങ്ങളിൽ ആ 2 കുടുംബങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. കൃപേഷിന്റെ കുടുംബത്തിന് വീടും വെച്ചു കൊടുക്കും. കൃപേഷിന്റെ കുടുംബത്തിന് സ്വന്തമായൊരു കൂര, അതാണ് ആ പിതാവിന്റെ, മാതാവിന്റെ, സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ട കൃപേഷിന്റെ ചിരകാല സ്വപ്നം. അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ബാക്കി വരുന്ന 15 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ഈ പറയുന്ന ഞങ്ങൾ സമാഹരിച്ചിരിക്കുന്ന ഈ നിധിയിൽ നിന്ന് ഞങ്ങൾ കൊടുക്കും. ബാക്കി 15 ലക്ഷം രൂപ KPCC അധ്യക്ഷനിൽ ഞാൻ, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, AICC സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ, അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ, ഞങ്ങൾ വരുന്ന ദിവസം 2-ാം തീയതി ഞങ്ങൾ തന്നെ കാസർഗോട്ട് പോയി നേരിട്ട് ജനങ്ങളോട് യാചിച്ചുകൊണ്ട് ആ പണം വാങ്ങിച്ച് ആ കുടുംബത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. തീർന്നില്ല. പ്രതിപക്ഷ നേതാവും കുടുംബവും സ്വന്തം നിരക്കും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ദുഃഖകരമായ ഈ അവസ്ഥയിൽ എൻ്റെ മകൻ രോഹിത്തിൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഈ മാസം 21-ാം തീയതി തിരുവനന്തപുരം ഗിരിദീപം ഓഡിറ്റോറിയത്തിലും 23-ന് എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂളിൽ നടത്താനിരുന്ന സ്വീകരണ ചടങ്ങുകൾ ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് ക്ഷണിച്ചിട്ടുള്ള അതിഥികൾ ഉണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വീകരണ ചടങ്ങിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന പണം കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ സഹോദരി കൃഷ്ണപ്രിയയുടെ വിവാഹം എൻ്റെ മക്കൾ ഡോക്ടർ രോഹിത്തും ഡോക്ടർ ശ്രീജയും അവർക്ക് നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അവരെന്നെ അറിയിച്ചു, അങ്ങനെ സ്വീകരണ പരിപാടി വേണ്ട, ഈ പണം അവരുടെ കുടുംബത്തിൽ വീട് വെച്ച് കൊടുക്കുക, അവരുടെ ആ കുട്ടി കൃഷ്ണപ്രിയയുടെ വിവാഹത്തിന് വേണ്ടി നൽകണമെന്നാണ് തീരുമാനം. ഭാഗ്യം, നന്മ പൂർണ്ണമായും മറ്റുപോയിട്ടില്ല നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്ന്.